കേളകം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ കളിക്കള പ്രഖ്യാപനം ഒക്ടോബർ 25-ാം തീയതി ശനിയാഴ്ച കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കേളകത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്ലേ ഫോർ ഹെൽത്തി കേളകം എന്ന പേരിൽ ഒരു ജനകീയ കായിക പദ്ധതി നടപ്പിലാക്കുവാൻ 2023-ലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത്. ഈ പദ്ധതി വളരെ വിജയകരമായി മുന്നോട്ടു പോകുന്നു. പദ്ധതിയുടെ ഭാഗമായി 140 വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ, വോളിബോൾ എന്നിവയിൽ പരിശീലനം നൽകി വരുന്നുണ്ട്. പ്ലേ ഫോർ ഹെൽത്തി കേളകം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ എല്ലാ വാർഡിലും കളിക്കളങ്ങൾ സ്ഥാപിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എല്ലാ വാർഡിലും കളിക്കളങ്ങളുള്ള സംസ്ഥാനത്തെ ആദ്യ ഗ്രാമപഞ്ചായത്തായി കേളകം മാറിയെന്നും ഗ്രാമപഞ്ചായത്ത് സ്കൂളുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, പുറമ്പോക്കുകൾ എന്നിവയുടെ സൗകര്യം ഉപയോഗപ്പെടുത്തി 13 വാർഡുകളിലായി ചെറുതും വലുതുമായ 26 കളിക്കളങ്ങൾ ഇതിനകം കണ്ടെത്തിക്കഴിഞ്ഞതായും ഇതിൽ 13 ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലും 13 സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുമാണെന്നും സമ്പൂർണ്ണ കളിക്കള പ്രഖ്യാപനം ഈ മാസം 25-ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ്, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ടോമി പുളിക്കക്കണ്ടം, സജീവൻ പാലുമി എന്നിവർ അറിയിച്ചു. അത്ലറ്റിക്സ്, ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ്, ഷട്ടിൽ ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, റോളർ സ്കേറ്റിംഗ്, കളരിപ്പയറ്റ്, കരാട്ടെ, ചെസ്, യോഗ എന്നിവ പരിശീലിക്കുന്നതിനുള്ള സൗകര്യം കേളകത്തുണ്ട്. ഇതിൽ ബാസ്കറ്റ്ബോൾ, റോളർ സ്കേറ്റിംഗ് എന്നിവയൊഴികെ എല്ലാ കളികളും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുമുണ്ട്. ഈ മഴക്കാലം കഴിയുന്നതോടെ കളിക്കളങ്ങളെല്ലാം സജീവമാകും. ഇതിനു പുറമെ 4 കളിക്കളങ്ങൾക്കുള്ള സ്ഥലം കൂടി ലഭ്യമായിട്ടുണ്ട്. എല്ലാ വാർഡിലും കളിക്കളങ്ങളുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്തായി മാറിയിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ സമ്പൂർണ്ണ കളിക്കളം പ്രഖ്യാപനം 25-ാം തീയതി 2:30-ന് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിക്കുകയാണ്. ചടങ്ങിൽ അതിഥികളായി കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് PM അഖിൽ, മുൻ ഇന്ത്യൻ വോളിബോൾ താരം കിഷോർ കുമാർ, ദേശീയ ട്രിപ്പിൾ ജമ്പ് താരം ചാന്ദ്ര ബാബു, സ്വതന്ത്ര കായിക ഗവേഷകൻ പ്രസാദ് B. ഹരിദാസൻ തുടങ്ങിയവർ പങ്കെടുക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കായിക രംഗത്ത് കേരളത്തിന്റെ വളർച്ച അടയാളപ്പെടുത്തുന്നതിനു വേണ്ടി പ്ലേ ഫോർ ഹെൽത്തി കേരളം എന്നുള്ള പദ്ധതി 2023 ഫെബ്രുവരി 8-നാണ് കേരളം ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിച്ചത്. ആ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം 150ഓളം കുട്ടികൾക്ക് ഫുട്ബോളിലും വോളിബോളിലും പരിശീലനം നൽകി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം കരാട്ടെ, കളരിപ്പയറ്റ് തുടങ്ങിയ കായിക ഇനങ്ങളിലും പരിശീലനം നൽകിയിരുന്നു. അതിനെല്ലാം ഫലമായി കായിക രംഗത്ത് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കേരളത്തെ സംബന്ധിച്ച് സാധിച്ചിരുന്നു. ഞങ്ങളുടെ പരിശീലനം ലഭിച്ച അഞ്ജലി K. ജോർജ് എന്ന വിദ്യാർത്ഥിനിക്ക് ദേശീയ റോവിങ്ങിൽ 2ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. ഇക്കഴിഞ്ഞ ദിവസം നടന്ന ഇന്റർസായി തുഴച്ചിൽ മത്സരത്തിൽ 4 പേരുടെ വിഭാഗത്തിലും 8 പേരുടെ വിഭാഗത്തിലും സ്വർണവും കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫുട്ബോളിലും വോളിബോളിലും നിരവധി താരങ്ങൾ വളർന്നു വരുന്നുണ്ട് എന്നുള്ള സന്തോഷകരമായ കാര്യം കൂടിയാണ്. ഇത്തവണത്തെ സ്കൂൾ കായികമേളയിൽ സബ് ജില്ലാ ഫുട്ബോൾ ടീമിൽ മഹാഭൂരിപക്ഷം കുട്ടികളും പ്ലേ ഫോർ ഹെൽത്തി കേളകം പദ്ധതിയുടെ ഭാഗമായി പരിശീലനം കിട്ടിയവരാണ്. വോളിബോൾ ടീമിൽ നിരവധി കുട്ടികൾ പരിശീലനത്തിന്റെ ഭാഗമായി സ്ഥാനം ലഭിക്കുകയുണ്ടായി. പൊതുവിൽ കേരള പഞ്ചായത്തിൽ കായിക രംഗത്ത് ഒരു ഉണർവുണ്ടാക്കാൻ ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എല്ലാ വാർഡിലും കളിക്കളങ്ങൾ ഉണ്ടാകണമെന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുത്തത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 2 വർഷം തുടർച്ചയായി നടത്തിയ ഇടപെടലിന്റെ ഭാഗമായി 13 വാർഡുകളിലായി 26 കളിക്കളങ്ങൾ ഇതിനകം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 13 ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ളതും 13 സ്വകാര്യ സ്കൂളുകളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയുമാണ്. അതിൽ തന്നെ പുറമ്പോക്ക് ഉൾപ്പെടെ ഉള്ള സൗകര്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്ലറ്റിക്സ്, ഫുട്ബോള്, വോളിബോള്, ഷട്ടിൽ ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, ചെസ്, ബാസ്കറ്റ്ബോള്, റോളർ സ്കേറ്റിംഗ് തുടങ്ങിയ കളികൾക്കെല്ലാമുള്ള സൗകര്യം, യോഗ അടക്കമുള്ള എല്ലാ കായിക ഇനങ്ങൾക്കുമുള്ള സൗകര്യം ഇന്ന് കേരള പഞ്ചായത്തിലുണ്ട്. അതിൽ ബാസ്കറ്റ്ബോളും റോളർ സ്കേറ്റിംഗും ഒഴികെയുള്ള എല്ലാ കായിക ഇനങ്ങളും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിന്റെ പരിശീലനവും കളികളും നടന്നു വരുന്നുണ്ട്. അത്തരത്തിൽ നല്ല ഒരു മുന്നേറ്റം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. 26 കളിക്കളത്തിന് പുറമെ 4 സ്ഥലങ്ങൾ കൂടി പഞ്ചായത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ അടക്കാത്തോട് ഗവൺമെന്റ് UP സ്കൂളിന്റെ 1 ഏക്കർ 20 സെന്റ് സ്ഥലത്ത് സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള ഫണ്ട് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. നേരത്തെ കളിച്ചുകൊണ്ടിരുന്ന ചില കളിക്കളങ്ങൾ കൂടി ഇനി സജീവമായി, മഴ കഴിയുന്നതോടുകൂടി സജീവമാകും. അപ്പോൾ വളരെ സജീവമായ ഒരു കായിക മേഖലയായിട്ട് കേരളം മാറും. ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ.
എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ, എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ, എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറയെ സമ്മാനങ്ങളും, കൂടാതെ കലക്കൻ ക്യാഷ് ബാക്ക് ഓഫർ. വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, നിയർ സിറ്റി സെന്റർ, മെയിൻ റോഡ്, ഇരിട്ടി. ഓൾസോ അറ്റ് കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, കണ്ണൂർ ആൻഡ് മേലെ പട്ടാമ്പി.